ഹലോ മക്കളെ, നമ്മൾ ഇന്ന് സ്റ്റഡി ടൈമിൽ എടുക്കുന്നത് 9ാം ക്ലാസ്സിൻ്റെ മാത്സിലെ ഒന്നാമത്തെ പാഠത്തിൻ്റെ 11ാമത്തെ പേജിലെ ക്വസ്റ്റ്യൻസ് ആണ്. അത് ഫസ്റ്റ് പാർട്ട് ക്ലിയർ ആയിട്ട് പറഞ്ഞെടുത്തിട്ടുണ്ട്. മക്കൾക്ക് ക്ലാസ് വേണമെങ്കിൽ ആദ്യം അത് പോയിട്ട് കാണുക കേട്ടോ. അപ്പോൾ നമുക്ക് പെട്ടെന്ന് തന്നെ ക്ലാസ്സിലേക്ക് കടക്കാം. 5 ക്വസ്റ്റ്യൻ വരെ നമ്മൾ ചെയ്തിട്ടുണ്ട്. ഇത് 6ാമത്തെ ക്വസ്റ്റ്യൻ ആണ്. ഒരു ഭിന്നസംഖ്യയുടെ അംശത്തിനോട് ഒന്നുകൂട്ടി ലഘൂകരിച്ചപ്പോൾ 1/3 കിട്ടി. ഛേദത്തിനോട് ഒന്നുകൂട്ടി ലഘൂകരിച്ചപ്പോൾ കിട്ടിയത് 1/4. അപ്പോൾ ഏതാണ് ഭിന്നസംഖ്യ? അതായത് അംശത്തിനോട് ഒന്നുകൂട്ടി ലഘൂകരിച്ചപ്പോൾ 1/3 കിട്ടിയത്, ഛേദത്തിനോട് ഒന്നുകൂട്ടി ലഘൂകരിച്ചപ്പോൾ 1/4 കിട്ടിയത്. അപ്പോൾ ഏതാണ് ഭിന്നസംഖ്യ എന്ന് നമ്മൾ പറയണം. അപ്പോൾ മക്കൾക്ക് എല്ലാവർക്കും അറിയാം, അംശം എന്ന് പറയുന്നത് മുകളിലുള്ള സംഖ്യയാണ്, ഛേദം എന്ന് പറയുന്നത് താഴെയുള്ള സംഖ്യയാണ് കേട്ടോ. അപ്പോൾ ഫ്രാക്ഷൻ നമുക്ക് അറിയില്ല ഏതാണെന്ന്. അപ്പം നമുക്ക് x/y എന്ന് എടുക്കാം. ഭിന്നസംഖ്യ ഏതാണെന്ന് അറിയാത്തതുകൊണ്ട് തന്നെ നമുക്ക് x/y എന്ന് എടുക്കാം. എന്നിട്ട് ആദ്യം നമ്മളോട് എന്താ പറഞ്ഞത്? അംശത്തിനോട് 1 കൂട്ടിയാൽ, അംശം എന്ന് പറയുന്നത് ഇവിടെ x ആണ്, എക്സിനോട് 1 കൂട്ടി ലഘൂകരിച്ചപ്പോൾ എന്ത് കിട്ടി? 1/3 കിട്ടി. x+1. അപ്പോൾ വൈക്ക് മാറ്റമൊന്നുമില്ല. അപ്പോൾ എത്ര കിട്ടി? 1/3. ആദ്യം അംശത്തിനോട് 1 കൂട്ടി ലഘൂകരിച്ചപ്പോൾ, ലഘൂകരിക്കാൻ അത് വലിയൊരു സംഖ്യ ആയിരിക്കും, അതിന് നമ്മൾ 5/10 ആണെങ്കിൽ 1/2 എന്ന് വരുമല്ലോ. ഒരു 5ഉം 10ൽ 2 5 എന്ന് പറയും പോലെ അതുപോലെ ലഘൂകരിക്കുന്നതാണ് കേട്ടോ. അപ്പോൾ അംശത്തിനോട് 1 കൂട്ടി ലഘൂകരിച്ചപ്പോൾ 1/3 കിട്ടിയിട്ടുണ്ട്. ഇനിയോ അംശത്തിന് മാറ്റമൊന്നുമില്ല, ഛേദത്തിനോട് 1 കൂട്ടി ലഘൂകരിച്ചപ്പോൾ എത്ര കിട്ടി? 1/4, 1/4 കിട്ടി. മനസ്സിലായോ? അംശത്തിനോട് 1 കൂട്ടി ലഘൂകരിച്ചപ്പോൾ 1/3, ഛേദത്തിനോട് 1 കൂട്ടി ലഘൂകരിച്ചപ്പോൾ 1/4, 1/4. അത് നമ്മൾ x/y എന്ന് നമുക്ക് ഏതാണ് നമ്പർ എന്ന് അറിയാത്തതുകൊണ്ട് x/y എന്നെടുത്തു. മനസ്സിലായോ? ഇനി നമുക്കിതിൻ്റെ ആൻസറിലേക്ക് എത്തണമെങ്കിൽ ഇത് ക്രോസ് ആയിട്ടാണ് നമ്മൾ ഗുണിക്കുക. അപ്പോൾ എങ്ങനെയാണ്? x+1നെ 3 കൊണ്ട് ഇതിനെ ഇങ്ങോട്ടും ഇതിനെ ഇങ്ങോട്ടുമാണ് ഗുണിക്കുക. മനസ്സിലായോ? അപ്പോൾ നമുക്ക് എങ്ങനെ എഴുതാം? 3 × x+1 എഴുതുമ്പം 2 നമ്പേഴ്സ് ഉണ്ട്. അപ്പോൾ നമ്മൾ എന്ത് ചെയ്യുക? x+1 ബ്രാക്കറ്റിൽ എഴുതണം കേട്ടോ. 3 × 3നെ x+1നോട് ഗുണിച്ചു. അപ്പോൾ 3 ഗുണിക്കണം x+1 = അടുത്തത് y-നെ 1 കൊണ്ട് ഗുണിക്കുക, y × 1. അതിനെ നമുക്കൊന്ന് ചുരുക്കിയിട്ട് എങ്ങനെ എഴുതാം? y × 1 എന്ന് പറഞ്ഞാൽ y ആണ്, y = 3 × x+1. ഓക്കെ അല്ലേ? അപ്പോൾ ഒന്നാമത്തെ ഒരു ഇക്വേഷൻ നമുക്ക് കിട്ടി. ഇനി രണ്ടാമത്തത് നമുക്ക് അതുപോലെ തന്നെ ക്രോസ് ആയിട്ട് ചെയ്യണം. ആദ്യം x × 4 എത്രയാ? 4x അല്ലേ? 4x = y+1 × 1 എത്രയാ? y+1 × 1 y+1 തന്നെ അല്ലേ? y+1 തന്നെ. മനസ്സിലായോ? അപ്പോൾ ഇത് ഒന്നാമത്തേത് കിട്ടി, ഇവിടെ രണ്ടാമത്തേത് കിട്ടി. 4x ആണ്, y+1 ഏതൊരു സംഖ്യയെയും 1നോട് ഗുണിക്കുമ്പോൾ അതേ സംഖ്യ തന്നെ. അപ്പോൾ അത് അതുപോലെ തന്നെ എഴുതിയിട്ടുണ്ട്. ഇനി നമുക്ക് ഓരോന്നും താഴോട്ട് എഴുതി ചെയ്യാം. ഇനിയാണ് ശ്രദ്ധിക്കേണ്ടത്, നമുക്കിവിടെ y എന്താണെന്ന് കിട്ടിയിട്ടുണ്ട്. y × 1 എന്നുള്ളത് y തന്നെ എഴുതിയാൽ മതി. y × y 1 എന്ന് പറഞ്ഞാൽ y തന്നെയാണല്ലോ, y × 1 y തന്നെയാണ്. അപ്പോൾ y ഇവിടെ എന്താണെന്ന് നമുക്ക് കിട്ടി? 3 × x+1 ആണ്. 3 × x+1 ആണ് എന്ത്? y എന്ന്. അപ്പോൾ നമുക്ക് y എന്താണെന്ന് കിട്ടിയിട്ടുണ്ട്. ഇനി നമുക്ക് x കിട്ടിയിട്ടില്ല. അപ്പോൾ നമുക്ക് ഈ ഇക്വേഷൻ നമുക്ക് താഴോട്ട് എഴുതാം. 4x = y+1. 4x = y+1. അപ്പോൾ 4x y എന്താന്ന് നമുക്ക് കിട്ടിയല്ലോ. y എന്താണ്? y = 3 × x+1 ആണ്. അപ്പോൾ നമുക്കിവിടെ 3 × x+1
1 എന്ന് വൈക്ക് എഴുതാം. എന്നിട്ട് ഈ +1 വീണ്ടും അങ്ങ് എടുത്തെഴുതാം. വൈയുടെ സ്ഥാനത്ത് ഇത് വൈൻ്റെ ഈ ഒരു ഉത്തരം അങ്ങോട്ട് എടുത്തെഴുതിയെന്നേ ഉള്ളൂ കേട്ടോ, കൺഫ്യൂഷൻ ആവണ്ട. 4x = y + 1 ആണ് ഇവിടെ. എന്നിട്ട് 4x = വൈയുടെ സ്ഥാനത്ത് വൈക്ക് നമുക്ക് നേരത്തെ കിട്ടിയ ആ ഉത്തരം ഉണ്ടല്ലോ അതിങ്ങോട്ട് എടുത്തെഴുതി. എന്നിട്ട് +1 പിന്നെയോ ഇനി 4x = നമുക്കിതൊന്ന് സോൾവ് ചെയ്തെടുക്കാം. 4x = 3 × x. ഇങ്ങനെ ബ്രാക്കറ്റിലിടുന്ന സമയത്ത് ഈ നമ്പറിനെ ഓരോന്നുകൊണ്ടും ഗുണിക്കണം. അപ്പോൾ 3x എത്ര? 3 × x 3x ആണ്. പ്ലസ് 3 × 1 എത്രയാ? 3 ആണ്. ഇനി ഈ +1 മനസ്സിലായോ? 3 × x 3x, 3 × 1 3 അല്ലേ? 3 ഗുണിക്കണം x 3x ആണ്. 3 ഗുണിക്കണം 1 3 തന്നെ. പിന്നെ +1. ഓക്കെ. ഇനി 4x = 3 × x പ്ലസ് എത്രയാ? 3 + 1 എത്രയാ? 4 ആണ് അല്ലേ? 3x + 3 + 1 4 ആണ്. ഇനി നമുക്ക് എങ്ങനെ ചെയ്യാം? 4x ഇങ്ങോട്ട് നമുക്ക് x ഒക്കെ ഒരു ഭാഗത്തേക്ക് എടുക്കാം. 4x ഇതിങ്ങോട്ട് വരുന്നേരം -3x = 4. മനസ്സിലായോ? അപ്പോൾ എക്സിൽ നമുക്ക് കണ്ടുപിടിക്കാം അല്ലേ? x എന്ന് പറയുന്നത് എത്രയാണ്? 4 ആണ്. അപ്പോൾ മനസ്സിലായോ? ഇവിടെ എത്തിയപ്പോൾ 4x = 3x + 4 ആണ്. അപ്പോൾ എന്താണ്? 4xനെ ഈ എക്സ് ഈക്വലിൻ്റെ ഇപ്പുറത്തേക്ക് വരുന്ന സമത്തിൻ്റെ ഇപ്പുറത്തേക്ക് വരുമ്പോൾ എന്താവും? മൈനസ് ആവും. അപ്പം 4xൽ നിന്ന് 3x പിന്നെ മൈനസ് ചെയ്യുക. അതുപോലെ തന്നെ =4 ആണ്. അപ്പോൾ 4xൽ നിന്ന് 3x പോയാൽ എത്രയാ? 1x ആണ്. അപ്പോൾ ഒരു x എന്ന് പറഞ്ഞാൽ x തന്നെ. x എന്ന് പറഞ്ഞാൽ അത് 4 ആണ്. അപ്പോൾ എക്സിൻ്റെ വാല്യൂ നമുക്ക് കിട്ടി. എക്സിൻ്റെ വാല്യൂ കിട്ടിയാൽ പിന്നെ ഇനി വൈൻ്റെതാണ് കറക്റ്റായിട്ട് കിട്ടേണ്ടത് അല്ലേ? അപ്പം നമുക്ക് അതിലേതെങ്കിലും ഈ ഇക്വേഷൻ ആയാലും മതി, ഈ ഇക്വേഷൻ ആയാലും മതി, ഏതെങ്കിലും ഒരു ഇക്വേഷൻ എടുക്കാം. അപ്പം നമുക്ക് ഫസ്റ്റ് ഇക്വേഷൻ എടുത്ത് നോക്കാം. y = 3 × x + 1 അതെടുത്ത് നോക്കാം. y = 3 × x + 1 ഈ ഇക്വേഷൻ എടുക്കാം. y = 3 × x എത്രയാ? x നമുക്കറിയാലോ. x നമുക്ക് കിട്ടി 4 ആണ്. +1. ഇനി നമുക്ക് ഇതൊന്ന് ചെയ്യാം അല്ലേ? 3 × 4 എത്രയാ? ഒരു 4 4 2 4 8 3 4 12. പിന്നെ 3 × 1 എത്രയാ? +3. 3 × 1 3 ആണ്. അപ്പോൾ എത്ര കിട്ടി? y = 15. അപ്പോൾ നമുക്ക് എന്തറിയാം? x 4 ആണെന്നും കിട്ടി, y 15 ആണെന്നും കിട്ടി. അപ്പം മറ്റേ ഈ ഒരു ഇക്വേഷൻ വെച്ച് ചെയ്ത് നോക്കണോ? ഈ ഒരു ഇക്വേഷൻ വെച്ചിട്ട് വേണമെങ്കിൽ അങ്ങനെയും ചെയ്യാം. 4x = y + 1 ഇവിടെ ചെയ്ത് നോക്കാം. 4x = y + 1 ഈ ഒരു ഇക്വേഷൻ വെച്ചിട്ടാണെങ്കിൽ അങ്ങനെയും ചെയ്യാം. 4x എന്ന് പറഞ്ഞാൽ എത്രയാ? 4 × x എത്രയാ? നമുക്ക് കിട്ടി 4 ആണ്. = y നമുക്കറിയില്ല, y + 1. അപ്പോൾ 4 × 4 എന്ന് പറയുന്നത് 16 എത്ര കിട്ടി? 16 = y + 1. അപ്പോൾ 16ൽ നിന്ന് നമ്പേഴ്സ് ഒരു ഭാഗത്തേക്ക് എടുക്കുമ്പോൾ 16 - 1 = y. അപ്പോൾ y എന്ന് പറഞ്ഞാൽ 16ൽ നിന്ന് 1 കുറച്ചത്. അപ്പോൾ എത്രയാ? 15 ആണ്. അപ്പോൾ നമുക്ക് x 4 ആണെന്നും y 15 ആണെന്നും കിട്ടി. അപ്പം നമ്മൾ ചെയ്തത് ശരിയാണോ എന്ന് നോക്കണ്ടേ? അതിന് വേണ്ടിയിട്ട് നമ്മളോട് എന്താ പറഞ്ഞിട്ടുള്ളത്? x/y. അതിൽ ഈ എക്സിനോട് ഒന്ന് കൂട്ടിയാൽ എത്ര കിട്ടുന്ന പറഞ്ഞത്? 1/3 കിട്ടുന്നല്ലേ പറഞ്ഞേ? അപ്പം നമുക്ക് നോക്കാം. എക്സ് എന്ന് പറയുന്നത് 4 ആണെങ്കിൽ അതിനോടൊന്ന് കൂട്ടുക. y സെയിം തന്നെ. y എത്രയാ? 15. വൈക്ക് മാറ്റമൊന്നുമില്ല. അപ്പോൾ 4 1 5 5/15. 5/15 ഉത്തരം കിട്ടിയല്ലോ. 1 5 5. പിന്നെ 15ൽ എത്ര ഇതാട്ടോ ലഘൂകരിക്കുക എന്ന് പറഞ്ഞാൽ 1 5ൽ 5. 15ൽ എത്ര 5 ഉണ്ട്? 3 എണ്ണം. അപ്പോൾ ഉത്തരം എന്ത് കിട്ടി? 1/3. അപ്പോൾ ഒന്നാമത്തത് ശരിയല്ലേ? ഇനി
രണ്ടാമത്തെ ക്വസ്റ്റ്യനിൽ തന്നെ പറഞ്ഞ രണ്ടാമത്തെ നമുക്ക് ചെയ്ത് നോക്കാം. എക്സ് ബൈ വൈ ആണ്. അതിൽ നമ്മളോട് പറഞ്ഞുള്ളത് എക്സ് അതുപോലെ തന്നെ വൈനോട് 1 കൂട്ടുമ്പോൾ 1/4 ആണെന്നാണ് പറഞ്ഞിട്ടുള്ളത്. 1/4 ആണെന്ന്. അപ്പം നമുക്ക് എക്സിൻ്റെ സ്ഥാനത്ത് എത്രയിനി 4 വൈൻ്റെ സ്ഥാനത്ത് 15 + 1 അപ്പോൾ 4/16 കിട്ടും. അപ്പോൾ ഇത് ലഘൂകരിക്കുമ്പോൾ 1 4 4 16 എത്ര 4 ഉണ്ട് 4 1/4. അപ്പോൾ ഉത്തരം ശരിയല്ലേ? അപ്പോൾ നമുക്ക് ചെയ്തത് ശരിയാണോ നോക്കാൻ അങ്ങനെയും കൂടെ നോക്കിയാൽ മതി കേട്ടോ. അപ്പോൾ ഫുള്ളായിട്ട് മക്കൾ എഴുതുന്ന കൂടുതൽ തന്നെ എഴുതിയെടുക്കണേ. ഇനി 7ാമത്തെ ചോദ്യം. ഒരാൾ 1,00,000 രൂപ 2 പദ്ധതികളിലായി നിക്ഷേപിച്ചു. 7% 6% പലിശ നിരക്ക്. ഒരു വർഷം കഴിഞ്ഞ് 2 പദ്ധതിയിൽ നിന്നുമായി 6,750 രൂപ പലിശ കിട്ടി. ഓരോന്നിലും എത്ര രൂപയാണ് നിക്ഷേപിച്ചത്? അപ്പോൾ ശ്രദ്ധിക്കുക, 2 സ്കീമുകളിലായിട്ടാണ് 1,00,000 രൂപ നിക്ഷേപിച്ചിട്ടുള്ളത്. അതിൽ ഒന്നാമത്തെ സ്കീമിൽ 7%, രണ്ടാമത്തെ സ്കീമിൽ 6% പലിശ നിരക്ക്. അപ്പോൾ എന്താണ്, ഒരു വർഷം പദ്ധതിയിൽ 2 പദ്ധതിയിൽ നിന്നും കൂടിയാണ് 6,750 രൂപ പലിശ ആയത്. അങ്ങനെയാണെങ്കിൽ ഓരോന്നിലും എത്ര രൂപയാണ് നിക്ഷേപിച്ചതെന്നാണ് ചോദ്യം. ആദ്യം നമുക്ക് ആകെ തുക ടോട്ടൽ എമൗണ്ട് എത്രയാണെന്ന് എഴുതാം. 1 lakh ആണ് അല്ലേ. അപ്പോൾ 10,000 1,00,000 ഒറ്റ 10 100 1000 10,000 ലക്ഷം. ആകെ തുക തന്നിട്ടുള്ളത് അതാണ്. ഇനി ഫസ്റ്റ് സ്കീമിൽ അല്ലേ, ആദ്യത്തെ പദ്ധതിയിൽ ഫസ്റ്റ് സ്കീം എന്ന് എഴുതിയാലും മതി. ആദ്യ പദ്ധതിയിൽ അടച്ചത് എത്രയാണെന്ന് നമുക്കറിയില്ല, എത്ര രൂപയാണെന്ന്. അപ്പോൾ നമുക്ക് അറിയാത്തതിന് നമുക്ക് എക്സ് എന്ന് കൊടുക്കാം. രണ്ടാമത്തെ പദ്ധതിയിൽ നമുക്കറിയാം ആദ്യ പദ്ധതിയിൽ എക്സ്, അതായത് നമ്മളിപ്പോൾ ഒരു 10,000 രൂപ ഉണ്ടെങ്കിൽ ആദ്യ പദ്ധതിയിൽ നമ്മളൊരു 6,000 രൂപ അടച്ചാൽ ആ 10,000-ൽ നിന്ന് 6,000 പോയിട്ടുള്ളതല്ലേ ബാക്കി മറ്റേൽ അടിച്ചിട്ടുണ്ടാവുക. അപ്പോൾ അതുകൊണ്ട് തന്നെ ആദ്യ പദ്ധതിയിൽ 1,00,000 രൂപ നമുക്കറിയാത്തത് കൊണ്ട് തന്നെ എക്സ് അടിച്ചു. അപ്പോൾ രണ്ടാമത്തെ പദ്ധതിയിൽ നമുക്ക് എങ്ങനെ എഴുതാം? 1,00,000-ൽ നിന്നും മൈനസ് എക്സ് ആദ്യത്തെ പദ്ധതിയിൽ അടിച്ച് ബാക്കി അത് കുറച്ചിട്ടുള്ളതായിരിക്കും എന്ത് രണ്ടാം പദ്ധതിയിൽ അടച്ചിട്ടുണ്ടാവുക. അതിന് ഒന്നാമത്തെ ഫസ്റ്റ് പദ്ധതിൻ്റെ ഇൻട്രസ്റ്റ് എന്ന് പറയുന്നത് എത്രയാ? 7%. അപ്പോൾ നിങ്ങൾ പലിശ അല്ല ഇൻട്രസ്റ്റ് എന്ന് ഇവിടെ എഴുതട്ടോ. ഫസ്റ്റ് പദ്ധതി പലിശ 7%. 7% എന്ന് പറഞ്ഞാൽ 7/100 ആണെന്ന് അറിയാലോ. ശതമാനം എഴുതുക അല്ലേ. പലിശ നിരക്ക് 7/100 ഇനി സെക്കൻഡിൻ്റെതോ? സെക്കൻഡിൻ്റെ എത്രയാ? 6%. 6% അപ്പോൾ അത് 6/100 ആണ് അല്ലേ. 6/100 പലിശ നിരക്ക്. ഇനി ടോട്ടൽ ഇൻട്രസ്റ്റ് തന്നിട്ടുണ്ട്. പിന്നെ ആകെ പലിശ അവർക്ക് കിട്ടിയത് എത്രയാ? ടോട്ടൽ ഇൻട്രസ്റ്റ് 6,750 രൂപയാണ്. ഇതൊക്കെ ക്വസ്റ്റ്യനിൽ തന്ന കാര്യങ്ങൾ ഇങ്ങോട്ട് എടുത്തെഴുതിയതാണ് കേട്ടോ. ഇനി നമുക്ക് പലിശ ഒന്ന് മൊത്തത്തിൽ ഇത് ഇക്വേഷൻ ആക്കിയിട്ടൊന്ന് എഴുതാം. എക്സ് ഇൻറ്റു, അതായത് ആദ്യ പദ്ധതിയിൽത്താണ് കേട്ടോ, എക്സ് ഇൻറ്റു എത്രയാ അവിടുത്തെ പെർസെൻറ്റേജ്? 7/100 7/100 പ്ലസ് അപ്പോൾ ഒന്നാമത്തെ പദ്ധതിയിലുള്ള പലിശയാണ് കേട്ടോ. ഇത് അടച്ച പൈസയും അതിൻ്റെ പെർസെൻറ്റേജും കൂടെ നോക്കിയിട്ട് ഇതുപോലെ എഴുതുക. അതിനുശേഷം രണ്ടാമത്തെ പദ്ധതിയിൽ 1 lakh മൈനസ് എക്സ് ഇൻറ്റു എത്രയാ പെർസെൻറ്റേജ് പലിശ എത്രയാ? 6/100. ആദ്യത്തേതിൽ 7/100 പലിശ, രണ്ടാമത്തേതിൽ 6/100 പലിശ. അപ്പോൾ ആദ്യത്തെ സ്കീമിൽ എക്സ് ആണ് ഇട്ടിട്ടുള്ളത്, രണ്ടാമത്തെ സ്കീമിൽ 1 lakh മൈനസ് എക്സ് 1,00,000 മൈനസ് എക്സ് ആണ് ഇട്ടിട്ടുള്ളത്. അപ്പോൾ നമുക്ക് എക്സ് ഇൻറ്റു 7 എത്രയാ? 7x ആണ് /100. എക്സ് ഇൻറ്റു 7 7x 7x പിന്നെ /100 പ്ലസ് ഇനി ഇങ്ങനെ ബ്രാക്കറ്റ് വരുമ്പോൾ നമ്മൾ ഓരോന്നിനെയും ഗുണിക്കണം നമ്മൾ പഠിച്ചിട്ടുണ്ടല്ലേ. ആദ്യം 1,00,000-നെ 6 കൊണ്ട് ഗുണിക്കുക. അപ്പോൾ എത്രയാ? 6 ലക്ഷം. ഓക്കെ, 3 4 5 6 ലക്ഷമായി മൈനസ് എക്സ് ഇൻറ്റു 6 എത്രയാ? 6x
ബൈ 100. ഇതും എന്താണ് ഇവിടെ ഈക്വൽ ടു 6750 ഈക്വൽ ടു 6750. മനസ്സിലായോ? 7x/100 ഫസ്റ്റത്തെ സ്കീമിൻ്റെത്. സെക്കൻഡ് സ്കീമിൻ്റെത് 6 ലക്ഷം മൈനസ് 6x/100. അപ്പോൾ ഇത്രയും കാര്യങ്ങൾ മനസ്സിലായോ? അപ്പോൾ നമുക്കത് രണ്ടും കൂടെ, അതിൻ്റെ താഴെ രണ്ടിനും 100 വന്നിട്ടുള്ളത്, 100 വന്നിട്ടുള്ളത്. അപ്പോൾ രണ്ടും കൂടെ നമുക്ക് ചേർത്ത് എഴുതാം. 7x പ്ലസ് 6 lakh മൈനസ് 6x/100. എല്ലാത്തിനും കൂടെ ഒരു 100. ഫസ്റ്റത്തെ സ്കീം, സെക്കൻഡ് സ്കീം. എന്നിട്ട് ഈക്വൽ ടു 6750, 6750. ഇനി നമുക്ക് ഇതൊന്ന് മാറ്റി എഴുതാം. എങ്ങനെ എഴുതാം? അതിന് നമ്മളിപ്പോൾ ഇതുവരെ ചെയ്തതുപോലെ തന്നെ ആദ്യം എക്സിനൊക്കെ ഒരു സൈഡിലും നമ്പേഴ്സിനെ മറ്റൊരു സൈഡിലേക്കും മാറ്റുക. ആദ്യം ഇവിടെ നമ്പേഴ്സ് ആയിട്ടുള്ളത് 100 അല്ലേ, 100 അല്ലേ. അപ്പോൾ അതിനെ ഇങ്ങോട്ട് മാറ്റണം. അപ്പോൾ 7x പ്ലസ് 6 lakh മൈനസ് 6x. അപ്പോൾ ഈ ബൈ ഹരണത്തിലാണുള്ളത്, ആര് ഡിവൈഡ് ചെയ്യുന്ന രീതിയിലാണ് 100 ഉള്ളത്. അത് ഈക്വൽ ടുവിൻ്റെ അപ്പുറത്തേക്ക് പോകുന്ന സമയത്ത്, സമത്തിൻ്റെ അപ്പുറത്തേക്ക് പോകുന്ന സമയത്ത് അതെന്താവും? 6750 ഹരിക്കുന്നത് എന്താവും? ഗുണനമാവും. ഗുണിക്കണം 100 ഇൻറ്റു 100 എന്ന് ആവും. അപ്പോൾ നമുക്കിനി ചെയ്യാം. 7x ആദ്യം നമുക്ക് എന്ത് ചെയ്യുക? ഈ എക്സുകൾ അങ്ങോട്ട് കുറയ്ക്കുക. 7x മൈനസ് എക്സ്, പ്ലസും മൈനസും ആകുമ്പോൾ മൈനസ്. 7x 6x കുറച്ചാൽ എത്രയായി? 7x മൈനസ് 6x അല്ലേ, എത്രയായി? പ്ലസ് 6 lakh. അങ്ങനെയല്ലേ വരിക? 6 lakh വരും. അതായത് ഇവിടെ 6750, പിന്നെ 100ൻ്റെ 2 0 ഇൻറ്റു ചെയ്യുമ്പോൾ അവിടെ അങ്ങനെയും കിട്ടും. അപ്പോൾ 7x 6x കുറച്ചാൽ എത്രയാ? 1x ആണ്. x പ്ലസ് 6 lakh സമം എന്ന് പറയുന്നത് എത്രയാ? 6,70,75,000. ഓക്കെ അല്ലേ? അപ്പോൾ എക്സ് സമം, ഇതിൽ നിന്ന് നമുക്ക് എക്സ് എടുക്കുന്ന സമയത്ത് 6,70,75,000 നിന്ന് എന്ത് ചെയ്യുക? ഈ 6 ലക്ഷം മൈനസ് ചെയ്യണം. 6 ലക്ഷം മൈനസ് ചെയ്യുക. അപ്പോൾ നമുക്ക് എത്രയാണ് കിട്ടുക? എക്സ് സമം 75,000 കിട്ടും. അപ്പോൾ ഫസ്റ്റ് സ്കീമിൽ അടച്ചത് എന്ന് പറയുന്നത് എത്രയാ? ഫസ്റ്റ് പദ്ധതിയിലുള്ളത് തുക സമം എത്രയാണ്? എക്സ് സമം 75,000 ആണ്. അപ്പോൾ സെക്കൻഡിലത്തെ നമുക്കപ്പം വേഗം കണ്ടുപിടിക്കാമല്ലോ. സെക്കൻഡിലത്തത് 1 ലക്ഷത്തിൽ നിന്ന് എന്ത് കുറയ്ക്കുന്നതാണെന്ന് നമ്മൾ പഠിച്ചു? എക്സ് കുറയ്ക്കുന്നതാണെന്ന്. അപ്പോൾ 1 ലക്ഷത്തിൽ നിന്ന് എക്സ് എന്ന് പറയുന്നത് എത്രയാണ്? 75,000 ആണ് അല്ലേ. 1 ലക്ഷം 5 0 വേണ്ടേ? അതിൽ നിന്ന് 75,000 മൈനസ് ചെയ്യുമ്പോൾ എത്ര കിട്ടും? 25,000. 25,000 കിട്ടുമല്ലോ. അപ്പോൾ അതാണ് എന്ത്? സെക്കൻഡ് സ്കീം. സെക്കൻഡ് സ്കീമിൽ അടച്ച തുക. അപ്പോൾ ഫസ്റ്റ് സ്കീമിൽ അടച്ച തുക 75,000, സെക്കൻഡ് സ്കീമിൽ അടച്ച തുക എന്ന് പറയുന്നത് 25,000 ആയിരിക്കും. എട്ടാമത്തെ ചോദ്യം. ഒരു സെക്കൻഡിൽ u മീറ്റർ എന്ന വേഗത്തിൽ തുടങ്ങി ഓരോ സെക്കൻഡിലും a മീറ്റർ പെർ സെക്കൻഡ് എന്ന നിരക്കിൽ വേഗം കൂടി നേർവരയിലൂടെ സഞ്ചരിക്കുന്ന ഒരു വസ്തുവിൻ്റെ t സെക്കൻഡിലെ വേഗം u പ്ലസ് at ആണ്. അങ്ങനെയെങ്കിൽ ഇങ്ങനെ സഞ്ചരിക്കുന്ന ഒരു വസ്തുവിൻ്റെ ഒന്നാമത്തെ സെക്കൻഡിലെ വേഗം 5 മീറ്റർ പെർ സെക്കൻഡും അഞ്ചാമത്തെ സെക്കൻഡിലെ വേഗം 13 മീറ്റർ പെർ സെക്കൻഡുമാണ്. ഓരോ സെക്കൻഡിലെയും വേഗം കൂടുന്നതിൻ്റെ നിരക്ക് എന്താണ്? യാത്രയുടെ തുടക്കത്തിലെ വേഗം എന്താണ്? അപ്പം നമുക്ക് വേഗതയുടെ ഇക്വേഷൻ അറിയാം അല്ലേ. v സമം u പ്ലസ് at ആണ്. അപ്പം നമുക്കിവിടെ ചോദ്യത്തിൽ തന്നിട്ടുണ്ട് ടി സെക്കൻഡിലെ വേഗത, സ്പീഡ് ഇൻ ടി സെക്കൻഡ്സ് എത്രയാണ് തന്നിട്ടുള്ളത്? u പ്ലസ് at ആണെന്ന് തന്നിട്ടുണ്ട്. പിന്നെന്താ തന്നിട്ടുള്ളത്? ഫസ്റ്റ് സെക്കൻഡ് സ്പീഡ്, ഒന്നാമത്തെ സെക്കൻഡിലെ സ്പീഡ് എന്ന് പറയുന്നത് 5 ആണ് തന്നിട്ടുള്ളത്. രണ്ടാമത്തെ സെക്കൻഡിലെ സ്പീഡോ
13 തന്നിട്ടുള്ളത്. ഇത്രയും കാര്യങ്ങൾ നമുക്ക് തന്നിട്ടുണ്ട്. അപ്പോൾ ഒന്നുകൂടി ശ്രദ്ധിക്കുക, ടി സെക്കൻഡിലെ വേഗതയാണ് u പ്ലസ് എ ടി. അപ്പോൾ ഫസ്റ്റ് സെക്കൻഡിലെ വേഗത, ഒന്നാമത്തെ സെക്കൻഡിലെ വേഗത എത്രയായിരിക്കും? ഫസ്റ്റ് സെക്കൻഡിലെ സ്പീഡ് എന്ന് പറയുമ്പോൾ നമുക്ക് എങ്ങനെ എഴുതാം? ടി സെക്കൻഡിലെ സ്പീഡാണ് യു പ്ലസ് എ ടി. അപ്പോൾ ഫസ്റ്റ് സെക്കൻഡിലെ സ്പീഡ് എന്ന് പറയുമ്പോൾ യു പ്ലസ് എ ഇൻറ്റു 1 എഴുതാം. ടിയുടെ സ്ഥാനത്ത് 1. ഇനി അഞ്ചാമത്തെ ഫിഫ്ത്ത് സെക്കൻഡ് സ്പീഡ് എന്ന് പറയുമ്പം യു പ്ലസ് എ ഇൻറ്റു 5 എന്ന് കൊടുക്കാം. ഇത്രയും കാര്യങ്ങൾ ക്ലിയർ അല്ലേ? നമുക്ക് ചോദ്യത്തിൽ തന്നിട്ടുണ്ട് ഫസ്റ്റ് സെക്കൻഡ് സ്പീഡ് എന്ന് പറയുന്നത് 5 ആണ് എന്ന്. അപ്പോൾ അതിൻ്റെ ഇക്വേഷൻ്റെ അപ്പുറത്ത് നമുക്ക് എന്തെഴുതാം? 5. ഇനി അഞ്ചാമത്തെ സെക്കൻഡിലെ വേഗത എന്ന് പറയുന്നത് എത്രയാണ് നമുക്ക് തന്നിട്ടുള്ളത്? 13 ആണ്. അപ്പോൾ 13 കൂടെ നമുക്കിവിടെ എഴുതാം. ഇനി ഇതിനെ നമ്മളൊന്ന് സിംപ്ലിഫൈ ചെയ്ത് എഴുതുകയാണെങ്കിൽ എങ്ങനെ എഴുതാം? യു പ്ലസ് എ ഇൻറ്റു 1 എത്രയാ? എ തന്നെ അല്ലേ? ഈക്വൽ ടു 5. ഇതിനെ എഴുതുമ്പോൾ യു പ്ലസ് എ ഇൻറ്റു 5 എന്ന് പറഞ്ഞാൽ 5a. 5a ഈക്വൽ ടു 13. അപ്പോൾ ഇങ്ങനെ രണ്ട് പുതിയത് നമുക്ക് കിട്ടി. അത് നമുക്കൊരു ബോക്സിലാക്കി വെക്കാം. യു പ്ലസ് എ ഈക്വൽ ടു 5 എന്നും കിട്ടി. അഞ്ചാമത്തെ സെക്കൻഡിലെ സ്പീഡ് യു പ്ലസ് 5a ഈക്വൽ ടു 13 എന്ന് കിട്ടി. ഇത്രയും കാര്യങ്ങൾ കിട്ടിയല്ലോ. ഈ യു പ്ലസ് എ ഈക്വൽ ടു 5 എന്നുള്ളതിൽ നമുക്ക് യു എന്താണെന്ന് കണ്ടുപിടിക്കണം. യുവിനെ മാത്രം നമുക്ക് പുറത്തെടുക്കുകയാണെങ്കിൽ യു ഈക്വൽ ടു 5 പ്ലസ് എ വരുന്നേരം അപ്പുറത്തേക്ക് വരുന്നേരം മൈനസ് എ. ഇപ്പോൾ യു എന്ന് പറഞ്ഞാൽ എന്താണ്? 5 മൈനസ് എ എന്ന് നമുക്ക് കിട്ടി. അത് നമ്മൾ ഇതിൻ്റെ താഴേക്ക് കൊണ്ടുവരുന്ന സമയത്ത് യു ഈക്വൽ ടു എത്രയാ? 5 മൈനസ് എ ആയതുകൊണ്ട് തന്നെ യുവിൻ്റെ സ്ഥാനത്ത് ഇവിടെ യു അല്ലേ? ഇവിടെ യു ആണ്. ഈ യുവിൻ്റെ സ്ഥാനത്ത് നമ്മൾ 5 മൈനസ് എ എഴുതി. അതിനുശേഷം പ്ലസ് 5a ഈക്വൽ ടു 13. 5 മൈനസ് എ ആണ് എന്ത്? യു. അപ്പോൾ യുവിൻ്റെ സ്ഥാനത്ത് നമ്മൾ 5 മൈനസ് എ എന്ന് എഴുതി. അത് ഈ ഇക്വേഷൻ ഒന്ന് ക്ലിയർ ആക്കി ചെറുതാക്കി എഴുതി. ഇതിൽ നിന്ന് യു കണ്ടുപിടിച്ചു. 5ൽ നിന്ന് മൈനസ് എ ആണ് യു എന്ന് നമുക്ക് മനസ്സിലായി. ഇനി ആ ഇക്വേഷൻ നമ്മൾ രണ്ടാമത്തെ ഇക്വേഷനിലേക്ക് ചെയ്യുന്ന സമയത്ത് യുവിൻ്റെ സ്ഥാനത്ത് നമ്മൾ 5 മൈനസ് എ കൊടുത്തു. 5 കുറയ്ക്കണം, എ കൊടുത്തു. ബാക്കി സെയിം അതുപോലെ തന്നെ എഴുതി. 5a ഈക്വൽ ടു 13 എന്ന് എഴുതി. ഇനി നമുക്ക് എന്ത് ചെയ്യാം? ഇവിടെ എ ഉണ്ട്, 5a ഇവിടെയുണ്ട്, ഒരു എ ഇവിടെയുണ്ട്. അപ്പോൾ 5 പ്ലസ് 5 മൈനസ് എ എത്രയാണ്? 4a. 5aയിൽ നിന്ന് ഒരു എ കുറയ്ക്കുമ്പം 4a. അപ്പോൾ ഈക്വൽ ടു 13. ഇനി ഇതിൽ നിന്ന് 4a സമം അല്ലേ? 4a കണ്ടുപിടിക്കാൻ 13ൽ നിന്ന് 5 കുറയ്ക്കുക. എത്ര കിട്ടും? 8 അല്ലേ? 8 അല്ലേ? അപ്പോൾ എന്താണ്? 4a സമം 8 ആണ് എന്ന് കിട്ടി. ഇനി നമുക്ക് ഇതിൽ നിന്ന് എ കണ്ടുപിടിക്കണമെങ്കിൽ നമ്മൾ എന്ത് ചെയ്യണം? എ സമം 8. 8നെ 4 കൊണ്ട് ഡിവൈഡ് ചെയ്യുക. 8/4 2 ആണ്. 2. ഓക്കെ അല്ലേ മക്കളെ? അപ്പോൾ നമ്മൾ യു ഈക്വൽ ടു എത്രയാ? നേരത്തെ അവിടെ നമുക്ക് കിട്ടിയിട്ടുണ്ടായിരുന്നത് നോക്കിക്കേ. യു ഈക്വൽ ടു 5 മൈനസ് എ ആണ് ഇവിടെ കിട്ടിയിട്ടുള്ളത്. യു ഈക്വൽ ടു 5 മൈനസ് എ. ഇപ്പോൾ യു എന്ന് പറയുന്നത് എന്താണ്? യു ഈക്വൽ ടു 5 മൈനസ് എ എന്നുള്ള സ്ഥാനത്ത് നമുക്ക് ആൻസർ കിട്ടി. എ എന്ന് പറയുന്നത് 2 ആണ്. അപ്പോൾ എ 2 ആണ്. 5 മൈനസ് 2, 5 മൈനസ് 2 എന്ന് പറയുമ്പോൾ 3 ആണ് യു എന്നും നമുക്ക് കിട്ടി. ഓക്കെ അല്ലേ? അപ്പോൾ എ ഇവിടെ 2 കിട്ടി. അപ്പോൾ അതിൽ നിന്ന് ആ ഇക്വേഷനിലേക്ക് നമ്മൾ ചെയ്ത സമയത്ത് യു 3 ആണെന്നും നമുക്ക് കിട്ടി. എ സമം 2, യു സമം 3. ഓക്കെ. ഈ 3 പ്രോബ്ലംസ് ആണ് ഈ ഒരു ക്ലാസ്സിൽ എടുക്കുന്നത്. അപ്പോൾ മക്കൾക്ക് ക്ലാസ് ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും സബ്സ്ക്രൈബ് ചെയ്യാനും മറക്കരുത്. സ്റ്റഡി ടൈമിൻ്റെ നെക്സ്റ്റ് ക്ലാസ്സിൽ കാണാം.